ജനാധിപത്യമെന്ന പദം ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന് എബ്രഹാം ലിങ്കൺ നിർവചിച്ചു. ഗ്രീസിലാണ് ജനാധിപത്യത്തിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളത്. അവിടെ പക്ഷേ വനിതകൾക്ക് വോട്ടില്ല, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമില്ലായിരുന്നു, സമ്പന്നർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചില വിഭാഗങ്ങൾക്ക് വോട്ടില്ലായിരുന്നു, വനിതകൾക്കുമില്ലായിരുന്നു, പിന്നെ ചില വിഭാഗങ്ങൾക്കുമില്ലായിരുന്നു. എങ്കിലും വലിയ തോതിലുള്ള ജനാധിപത്യം ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ ലോകം തിരിഞ്ഞു നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യമാണ് ഭാരതം. നമ്മുടെ ജനാധിപത്യത്തിന് 75 ആണ്ടാകുന്നതേ ഉള്ളൂ, 100 ആണ്ടായില്ല. 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. 2047 ആകുമ്പോൾ മാത്രമേ 100 ആണ്ടാവുകയുള്ളൂ. ഇനിയും 10-22 വർഷം കിടപ്പുണ്ട് നമ്മൾ 100 ആണ്ടാകാൻ. 100 ആണ്ട് തന്നെ വലിയൊരു കാലമല്ല. ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ, പ്രത്യേകിച്ച് രാജവ്യവസ്ഥയും ബ്രിട്ടീഷ് രാജ്യം അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തീരുമാനമോ അല്ലെങ്കിൽ ഭരണമൊക്കെ പോയത് എത്രയോ നൂറ്റാണ്ടുകൾ ഇവിടെ നിലനിന്നു. 2000 വർഷം, 20ഓളം നൂറ്റാണ്ട് ഇവിടെ നിലനിന്നിട്ടുള്ള ഭരണവ്യവസ്ഥകൾ പോയിട്ടാണ് നമ്മൾ ജനാധിപത്യത്തിലേക്ക് വന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആയുസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ബാലാരിഷ്ടതകൾ മാറി ജനാധിപത്യം പുഷ്ടിപ്പെടുകയേ ഉള്ളൂ. അതിനിടയിൽ 2 ദൗർബല്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു, ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിസഭയും 2 അധികാര കേന്ദ്രം ആവശ്യമില്ല, ഒരെണ്ണം മതി. അത് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടമാണ് വേണ്ടത്, ഗവർണർ അല്ല. അതുപോലെ പ്രസിഡന്റ് രാജ്യത്താവുമ്പോൾ പ്രസിഡന്റ് അല്ല, രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുമാണ്, ലോകസഭയും രാജ്യസഭയും ഒക്കെയാണ്, പാർലമെൻറ്റും മന്ത്രിസഭയുമാണ് പ്രധാനം. അത് ഇന്ത്യൻ ഭരണഘടന വ്യാഖ്യാനിച്ചുകൊണ്ട് ഭരണഘടനാ ബെഞ്ച്, ജസ്റ്റിസ് ഗവായിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് അത് അസന്നിഗ്ധമായി പറഞ്ഞു, അത് കൈയടിക്കേണ്ട കാര്യമാണ്. എന്നാൽ കോടതികൾ ക്രിസ്റ്റൽ ക്ലിയറായി കാര്യങ്ങൾ പറയാതെ ചില കൺഫ്യൂഷൻസ്, ചിന്തിക്കാനും പറയാനും കഴിയുന്ന ചില കൺഫ്യൂഷൻസ് കോടതി വിധിയിലില്ലേ എന്ന് തോന്നും. തമിഴ്നാട്ടിലെ ചില ബില്ലുകൾ തടഞ്ഞു വച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ്, രാഷ്ട്രപതിയുടെ റെഫറൻസും മറ്റു കാര്യങ്ങളൊക്കെ വന്ന ഒരു വിഷയത്തിലാണ് സുപ്രീം കോടതി അഭിപ്രായം പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ ഗവർണർക്കോ പ്രസിഡൻറ്റിനോ ഒരു ബില്ല് അയച്ചാൽ അല്ലെങ്കിൽ ഒരു വിഷയം അയച്ചാൽ ഇത്ര ദിവസത്തിനകത്ത് അത് തീർപ്പാക്കി തരണമെന്ന് പറയാൻ കോടതിക്ക് കഴിയില്ല. അതേ കോടതി തന്നെ പറയുന്നു, വല്ലാതെ വച്ച് നീട്ടിയാൽ ഞങ്ങൾ ഇടപെടും. അപ്പോൾ ഈ വല്ലാതെ വച്ച് നീട്ടാതെ എത്ര സമയപരിധിക്കുള്ളിൽ അയക്കണമെന്ന് കോടതി എന്തേ പറയാത്തത്? അല്ലെങ്കിൽ രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? കടലും കടലാടിയും പോലെ, മോരും മുതിരയും പോലെ ഒരു വശത്ത് പറയുന്നു സമയപരിധി വെക്കാൻ കഴിയില്ല, മറുവശത്ത് അതേ ജഡ്ജ്മെൻറ്റ് ടീമിൽ തന്നെ പറയുന്നു നിങ്ങൾക്ക് അനന്തമായി നീട്ടിക്കൊണ്ട് പോയാൽ കോടതി ഇടപെടും. അപ്പോൾ അതിൻ്റെ മിഡ് ടേം അല്ലെങ്കിൽ മിഡ് ഇയർ അല്ലെങ്കിൽ മിഡ് പീരീഡ് എപ്പോഴാണ്? എത്ര വർഷം കയ്യിൽ വച്ചേക്കാം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ടാം ഭരണ വ്യവസ്ഥ ആവശ്യമില്ല, 2 ഭരണകൂടങ്ങളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ 2 ഭരണവ്യവസ്ഥയുടെ ആവശ്യമില്ല, 1 മതി. പിന്നെ പറഞ്ഞിരിക്കുന്നത് അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റാണ് വേണ്ടത്, അല്ല ഗവർണറല്ല. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ്, ഗവർണറുടെ വിവേചനാധികാരം കുറവാണ്. നിങ്ങൾക്ക് കുറച്ചു കാലമൊക്കെ പഠിക്കാനെന്നൊക്കെ പറഞ്ഞ് ഫയൽ വെക്കാം, അല്ലെങ്കിൽ ബില്ലുകൾ വെക്കാം, പിന്നെ നിങ്ങൾ തിരിച്ചയക്കണം. 2 പ്രാവശ്യം അസംബ്ലി പാസ്സാക്കി അല്ലെങ്കിൽ പിന്നെ ബില്ലുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ക്യാബിനറ്റും അസംബ്ലിയൊക്കെ പാസ്സാക്കി ബില്ലിങ് തന്നാൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് വലിയ റോളില്ല എന്ന് പറയുന്നു, ഒപ്പുവയ്ക്കൽ റോൾ മാത്രമേ ഉള്ളൂ എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ കോടതി ഇത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺഫ്യൂഷനുണ്ട്. ഒരു വശത്ത് സമയപരിധി വയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു, മറുവശത്ത് നീണ്ടുപോയാൽ ഞങ്ങൾ ഇടപെടുമെന്നും പറയുന്നു. അപ്പോൾ ഇതൊരു സൂചനയായിരിക്കാം ഗവർണർമാർക്കും പ്രസിഡന്റിനോ കൊടുക്കുന്നത്, നിങ്ങൾ വല്ലാതെ നീട്ടിവെക്കരുത്, വല്ലാതെ നീട്ടിവെച്ചാൽ ഞങ്ങൾക്ക് തോന്നിയാൽ കേസ് ടു കേസ് മെരിറ്റ് വെച്ചാൽ ഞങ്ങൾ കേസ് എടുക്കും എന്നൊരു സൂചനയും കൂടെ ഉണ്ട്, ഒരു ത്രെഡും കൂടെയാണത്. പക്ഷേ ഇത് പറയുമ്പോഴാണ് ഞാൻ വീണ്ടും പറയുന്നു, ജനാധിപത്യം തളരുകയാണോ? ഇന്ത്യൻ ജനാധിപത്യം പല രൂപത്തിൽ. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ 100 കണക്കിന് പാർട്ടികളായി ഛിന്ന ഭിന്നമായി, ഐക്യമുന്നണി, NDA മുന്നണി, അപ്പടി ഇപ്പടി മുന്നണി, ഇടത് മുന്നണി, അങ്ങനെ ഇങ്ങനെ മുന്നണി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ശിഥിലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വലിയ വിഷയം, ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണല്ലോ മീഡിയ, 4th എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ മീഡിയ വലിയൊരു, പക്ഷേ എല്ലാ മീഡിയകളും, ഇന്ത്യൻ മീഡിയകളെല്ലാം, കേരളത്തിലെ മീഡിയകളും എല്ലാ ചാനലുകളും പത്രങ്ങളുമെല്ലാം
ആരോ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് ഹൈജാക്ക് ചെയ്തതെന്ന് നമുക്കറിയില്ല. നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെ ഒന്നുകിൽ സാമ്പത്തിക ശക്തികളായിരിക്കാം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബൗദ്ധിക ശക്തികളായിരിക്കാം കൈകാര്യം ചെയ്ത്, അല്ലെങ്കിൽ അധികാര ശക്തികളായിരിക്കാം. ആരോ ഇത് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നിഷ്പക്ഷവും സ്വതന്ത്രവുമായ പത്രപ്രവർത്തനമോ നിഷ്പക്ഷവും സ്വതന്ത്രമായ മീഡിയ പ്രവർത്തനമോ ചാനൽ പ്രവർത്തനമോ ഇല്ല. ഇന്ന് NDTVയുടെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. ആ പരസ്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ അവരുടെ 6.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ യൂട്യൂബിൽ അവർ മുകളിൽ കയറിയതിൻ്റെയും ബാക്കി ചാനലുകൾ യൂട്യൂബിൽ താഴെ നിൽക്കുന്നതിൻ്റെ ഒരു പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് ചാനലുകളിലെ റേറ്റ് കൂടുന്നതിൻ്റെ ബാർക്ക് റേറ്റ് ഒക്കെ മാറി യൂട്യൂബിൻ്റെ റേറ്റിലേക്ക് കാര്യങ്ങൾ മാറുന്ന മറ്റൊരു കാഴ്ചയാണ് മീഡിയ രംഗത്ത് കാണുന്നത്. അവിടെയാണെങ്കിൽ യാതൊരു നൈതികതയുമില്ലാതെ, സത്യത്തിനും നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു നൈതികതയുമില്ലാതെ വാർത്തകൾ സൃഷ്ടിക്കുക, റീച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ റേറ്റ് കൂട്ടുക എന്നുള്ള വളരെ കേവലാർത്ഥത്തിൽ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുക? അത് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ കാര്യം. ഇനി തേർഡ് എസ്റ്റേറ്റ് എന്ന, അല്ലെങ്കിൽ മൂന്നാമത്തെ തൂണെന്ന് പറയുന്ന കോടതി, ഞാൻ തിരിച്ചു വരികയാണ്, 4ൽ നിന്ന് 1ലേക്ക് വരിക. മൂന്നാമത്തെ തൂണായിട്ടുള്ള കോടതി പോലും ഈ വിധികൾ പറയുന്നതിൽ യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്ത, ഒരു സൂക്ഷ്മതയില്ലാത്ത, ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരുപാട് വിധികൾ വരുന്നില്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒരുപാട് വിധികൾ, സമകാലീന വിധികളെല്ലാം തന്നെ അങ്ങനെ പലപ്പോഴും ബയാസ്ഡ് ആണോ എന്ന് തോന്നിപ്പോകുന്ന വിധികൾ വരുന്നു. ബ്യൂറോക്രസി ആണെങ്കിൽ, രണ്ടാം തൂണായിട്ടുള്ള ബ്യൂറോക്രസി ആണെങ്കിൽ കറപ്ഷനിലൂടെയും, അതുപോലെ തന്നെ അത് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വേൾഡ് ബാങ്ക് റിപ്പോർട്ടിലൊക്കെ പറയുന്ന പോലെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിപ്പോയാൽ പിന്നെ കറക്റ്റ് ചെയ്തെടുക്കുക പ്രയാസമാണ്. അതിന് പെർഫോമൻസും കാണില്ല, അത് കറപ്ഷനുമായിരിക്കും. ഇന്ത്യൻ ബ്യൂറോക്രസിയെ സംബന്ധിച്ച്, കേരള ബ്യൂറോക്രസിയെ സംബന്ധിച്ച് ഇത് വലിയ വിഷയമാണ്. പെർഫോമൻസിൻ്റെ വിഷയവും പ്രധാനമാണ്. കറപ്ഷനെ പോലുള്ള കാര്യങ്ങളും നെപ്പോട്ടിസവും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഗൗരവമായി ബ്യൂറോക്രസിയിലുണ്ട്. അടുത്തതാണ് ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നതാണ് അസംബ്ലി, അല്ലെങ്കിൽ നിയമസഭയും ലോകസഭയും. അവിടെ ഇന്ത്യൻ നിയമസഭകളും ഇന്ത്യൻ ലോകസഭകളും, പ്രത്യേകിച്ച് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ അല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേരളത്തിലെ അസംബ്ലിയിലുമൊക്കെ എപ്പോഴും നടക്കുന്നത് വാഗ്വാദങ്ങളും ഗോഹ്വാവിളികളും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അല്ലാതെ കാര്യകാരണസഹിതമായി ഇരുന്നു കൊണ്ട് ബില്ലുകൾ ചർച്ച ചെയ്യുകയും ബില്ലുകൾ പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പമേ ഇല്ല. ഭരണപക്ഷം കൊണ്ടുവരുന്ന ഏത് ബില്ലിനെയും നഖശിഖാന്തം എതിർത്ത് 4 ഗുസ്തിവാചകം പറഞ്ഞാൽ കയ്യടി കിട്ടുന്നതാണ് പ്രതിപക്ഷമെന്ന് മനസ്സിലാക്കുകയും, അയ്യേ ഇത് അതുപോലെ അംഗീകരിച്ചോ എന്ന് പത്രക്കാരൊക്കെ ചോദിക്കുന്നതിന് പകരമായി ഞങ്ങൾ ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന വേറൊരു നെഗറ്റീവ് പൊളിറ്റിക്സിലേക്ക് പോകുന്ന രീതിയിൽ പ്രതിപക്ഷവും മാറുമ്പോൾ നിയമസഭകളിൽ എന്തു ചർച്ച നടക്കുന്നു, പാർലമെൻറ്റിൽ എന്ത് ചർച്ച നടക്കുന്നു? എത്രയോ ബില്ലുകളാണ് ചൂടപ്പം ചുടുന്നത് പോലെ അത് പാർലമെൻറ്റിൽ വയ്ക്കുന്നു, പാസ്സാവുന്നു. ആര് വായിച്ചു, ആര് അതിനകത്ത് അഭിപ്രായം പറഞ്ഞു, ആര് ഡിസൻറ്റ് രേഖപ്പെടുത്തി? ഇതൊന്നുമില്ല. അപ്പോൾ ജനാധിപത്യത്തിൽ ഡിസൻറ്റുകൾ രേഖപ്പെടുത്തപ്പെടാതെ പോകുന്ന, ഡിസൻറ്റുകൾ ശ്രദ്ധിക്കാതെപ്പെടാതെ പോകുന്ന ഒരു വല്ലാത്ത ഡെമോക്രസിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ ഡെമോക്രസിയിൽ ഏകഛത്രാധിപതികളായി പാർട്ടികൾ കൂടി വളർന്നു വരുന്നുണ്ടോ ഒരു വശത്ത്, മറുവശത്ത് ഗിഫ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ, വെൽഫെയർ രാഷ്ട്രീയത്തിൻ്റെ വേറെ മുഖങ്ങളും നമ്മൾ കാണുവരുന്നു. ഡയറക്റ്റ് ഡോൾ പോലെ ഗിഫ്റ്റ് ആളുകൾക്ക് കൊടുത്ത് പണം കൊടുത്തുകൊണ്ട് വോട്ടിലേക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന പുതിയ രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം വീണ്ടും വീണ്ടും അതിൻ്റെ ബാലാരിഷ്ടതകളിൽ നിന്ന് കൂടുതൽ രോഗാവസ്ഥയിലേക്ക് പോവുകയാണോ എന്ന് നാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടല്ലാതെ ഇന്ത്യക്കും ഇന്ത്യൻ ജനതയ്ക്കും അത് സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും പുരോഗതി ഉണ്ടാവുകയില്ല. കുറേ വികസന പ്രവർത്തനങ്ങൾ നടക്കും, ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കും. അതിനപ്പുറമുള്ള ഒരു ജനാധിപത്യ സമൂഹമായി നമ്മൾ എന്നാണിനി മാറുക?